ഒരു വാർത്തയിലേക്ക് പോകുന്നു. കൊച്ചി കടവന്ത്രയിൽ ഇന്നലെ രാത്രി ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയ ഒരു കാർ കനാലിൽ വീണായിരുന്നു. ഫോർട്ട് കൊച്ചി സ്വദേശി ഓടിച്ചിരുന്ന കാറാണ് വഴി മനസ്സിലാക്കാതെ കനാലിൽ പതിച്ചത്. ഈ അപകടം നടന്ന സ്ഥലം അത് കുറച്ച് സീനാണെന്ന് തോന്നുന്നു. കനാലിന് കൈവരിയില്ല. രാത്രിയായാൽ പ്രദേശത്ത് വെട്ടവും വെളിച്ചവുമില്ല. ഇതാണ് തുടർച്ചയായ അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കനാലിൽ പോയ കാർ കൊണ്ടുപോകാൻ വന്ന റിക്കവറി വാഹനവും കനാലിൽ വീണു. അലി അക്ബർ ഷാ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അലി അക്ബർ ഷാ, ഗുഡ് മോർണിംഗ്. സ്ഥലത്തെത്തിയെന്ന് പറയുമ്പോൾ ആ കനാലിൽ വീഴാതെ ഒന്ന് മാറി നിന്നിട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പോൾ അവിടെ കാറ് വീണു, കൊണ്ടുപോകാൻ വന്ന റിക്കവറി വാഹനം വീണു, റിപ്പോർട്ട് ചെയ്യാമെന്ന അലിയും വീണു എന്ന് വായിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്തായി അവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമായോ? വാഹനം തിരിച്ച് കയറ്റാൻ സാധിച്ചോ? സുജിയ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ ഇവിടെ കാര്യങ്ങൾ കുറച്ച് പ്രശ്നമാണ്. ഇന്നലെ രാത്രിയിലാണ് ഈ പറഞ്ഞതുപോലെ ഇവിടെ ഫോർട്ട് കൊച്ചി സ്വദേശിയായ ഒരാൾ ഓടിച്ചിരുന്ന കാർ എനിക്ക് അടുത്ത് കാണുന്ന ഈ കനാലിലേക്ക് പതിക്കുന്നത്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഇന്ദിരാനഗറിലെ YMCA റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന പാലം നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് 93-ൽ പണിതതാണ്. അധികം വൈകാതെ തന്നെ ഈ പാലം അങ്ങ് ഇടിഞ്ഞ് താന്നു. ഒരു വശം താന്നു, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മറുവശവും താന്നു. അങ്ങനെ ഇവിടെ നിന്നും വെള്ളം കൃത്യമായി ഒഴുകാതെയായി. അന്ന് തൊട്ട് ഇവരുടെ ആവശ്യമാണ് ഇവിടെ കൃത്യമായ ഒരു കൈവരി വേണമെന്നുള്ളത്. ഇന്നലെ രാത്രി ഈ വാഹനം പതിച്ചു. ഒന്നാമത്തെ വാർത്ത വന്നു. അല്പസമയത്തിനുള്ള അടുത്ത വാർത്തയും വന്നു. ഈ വാഹനം കയറ്റാമെന്ന റിക്കവറി വാഹനവും ഇതേ കനാലിൽ തന്നെ പതിച്ചു വന്നു. വല്ലാത്ത അവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. വലിയ പ്രതിഷേധം ഇവർക്കുണ്ട്. കാരണം രാത്രി ഇവിടെ വെട്ടവും വെളിച്ചവും. അത് തന്നെയാണല്ലോ ഇവിടുത്തെ സ്ഥിതി. ഇവിടെ ഒരു വെളിച്ചവും രാത്രി. വെളിച്ചം എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയില്ല, ഈ പോസ്റ്റൊക്കെ ചില ദിവസം കത്തും, ചില ദിവസം കത്തില്ല. ചിലപ്പോൾ വല്ലാതെ കൂടുതൽ ബ്രൈറ്റ്നസ് മുറിയിലേക്കും കൂടി അടിക്കും, ഉറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ചിലപ്പോൾ കത്തുകയില്ല. അങ്ങനെയൊക്കെയാണ് സ്ഥിതി. പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. ഇത് ഒരുപാട് പരാതി കൊടുത്തും അടുത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. ഇവിടുത്തെ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത് ശരിക്കും? ഇന്നലെ രാത്രി ഒരു YMCAയിൽ ടേബിൾ ടെന്നീസ് കളിക്കാൻ വന്ന ഒരാൾ ആദ്യമായിട്ട് വരികയാണ്. പുള്ളി ടേബിൾ ടെന്നീസ് കളിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് കാറിൽ ഗൂഗിൾ മാപ്പിട്ട് YMCAയുടെ ഗേറ്റ് പുറത്ത് കടന്ന സമയത്ത് ആ സമയത്ത് മഴയുണ്ടായിരുന്നു. ഈ സ്പോട്ടിൽ ലൈറ്റും ഉണ്ടായിരുന്നില്ല. ലൈറ്റ് ആക്ച്വലി ഇല്ല. പിന്നെ ജസ്റ്റ് അടുത്ത പോസ്റ്റിലുള്ള ലൈറ്റും കത്തുന്നില്ല. അപ്പം ഓൾമോസ്റ്റ് ഡാർക്കായിരുന്നു. ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ റൈറ്റ് എന്നുള്ളത് കാണിച്ചു, ലെഫ്റ്റ് എന്നുള്ളൊരു റോഡും കാണിച്ചു. രണ്ട് റോഡും അടുത്തടുത്താണ്. അപ്പോൾ ബൈ മിസ്റ്റേക്ക് ഈ റോഡിന് പാലത്തിന് കൈവരില്ലാത്തതുകൊണ്ട് റോഡ് കടന്ന് ഒരു 10 അടിയുടെ മുന്നോട്ട് പോയിട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്തപ്പം വെള്ളത്തിലേക്ക് പതിക്കുക. അത് ഈ റോഡൊന്ന് കാണിച്ചാൽ കറക്റ്റ് മനസ്സിലാവും സുജയ. ഈ പറഞ്ഞ YMCAയുടെ കെട്ടിടം എന്ന് പറയുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കെട്ടിടമാണ്. അവിടെ നിന്നും കാറ് നേരെ ഇങ്ങ് വന്നു. ഇവിടെ നിന്നായിരുന്നു റൈറ്റ് എടുക്കേണ്ടത്. സത്യത്തിൽ ഇതാണ് റോഡ്. പക്ഷെ കുറച്ച് മുന്നോട്ട് മാറി ഇവിടെ നിന്നും റൈറ്റ് എടുത്തു, നേരെ കനാലിലേക്ക് പതിച്ചു. ഇതാണ് ഇവിടെ സംഭവം ഉണ്ടായത്. ഈ കൈവരി ഇല്ലാത്ത വലിയ പ്രതിസന്ധിയാണ്. ചേച്ചി നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇവിടെ ഈ പറഞ്ഞ കനാലിൽ വീഴാത്ത കുട്ടികളില്ല ചെറുപ്പത്തിൽ, അല്ലേ? അതെ, ചെറുപ്പത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പിള്ളേരെ ഇതിൽ വീണതാണ്. എല്ലാവരുടെയും പിടിച്ചു പൊക്കി ഒരുമാതിരി എല്ലാ വീട്ടിലും. അവരൊക്കെ ഇപ്പോൾ വലുതായി, അവർക്ക് മക്കളായി. പക്ഷേ ഇതൊരു 10-30 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അവരുടെ മക്കളും ഈ കനാലിൽ വീഴുന്ന അവസ്ഥയാണ്. ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും വീഴും. പക്ഷേ അവരൊക്കെ പല സ്ഥലത്തും ജോലിയൊക്കെ ആയിട്ട് പോയി. വല്ലാത്ത അവസ്ഥയാണ്. അതായത് ആ വഴി നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റോട് പറഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ കാണിച്ചു കൊടുക്കാം. ആ വഴി ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നേരെ തിരിയേണ്ട ഭാഗം എന്ന് പറയുന്നത് കുറച്ച് വിശാലമായ ഭാഗമാണ് എന്ന് തോന്നിപ്പോകും. ആദ്യമായി വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കനാലുണ്ട് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാകണമെന്നുമില്ല. അപ്പോൾ തിരിയുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ കനാലിന്റെ തൊട്ടിപ്പുറം ചേർന്നാണ്, അല്ലേ? അതെ സുജയ, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നതിന്റെ ആ ഭാഗത്താണ് YMCA ഹാള്. അവിടെ ഇന്നലെ മെമ്പർഷിപ്പ് എടുത്തൊരു മനുഷ്യനാണ് സത്യത്തിൽ ഈ കനാലിൽ വീണത്. അദ്ദേഹം ഇന്നലെ ആദ്യമായിട്ട് അവിടെ മെമ്പർഷിപ്പ് എടുത്ത് ടെന്നീസ് കളിക്കാൻ വന്നതാണ്. അവിടെ നിന്നും ഇറങ്ങി നേരെ ഇവിടെ നിന്ന് റൈറ്റ് എടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷേ വാഹനം കുറച്ച് ഗൂഗിൾ മാപ്പ് കാണിച്ചതനുസരിച്ച് കുറച്ചുകൂടി മുന്നോട്ട് പോയി ഈ ഭാഗത്ത് നിന്ന്, ഈ പോസ്റ്റിനോട് ചേർന്നുള്ള ഭാഗത്ത് നിന്ന് റൈറ്റ് എടുക്കുന്നു, നേരെ കനാലിലേക്ക് പതിക്കുന്നു. ഇവിടെ കൈവരി ഇല്ലായിരുന്നു. ഇന്നലെ കനത്ത മഴയായിരുന്നു കൊച്ചിയിൽ, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എല്ലായിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. ഈ റോഡിന്റെ അവസ്ഥ എന്താണെന്ന് ഈ ഡ്രൈവർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഇത് റോഡാണ്, ഈ ഭാഗം റോഡാണ് എന്ന് കരുതിയാണ് അദ്ദേഹം ഇവിടെ നിന്നും റൈറ്റ് എടുക്കുന്നത്, നേരെ കനാലിലേക്ക് പതിക്കുന്നത്. ആ ഭാഗത്തേക്ക് അടുത്തൊരു റോഡുണ്ട്. ഇവിടെ എത്തുമ്പോൾ സത്യത്തിൽ കൺഫ്യൂസ്ഡ് ആകും എന്നുള്ളത് നമുക്ക് ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ പറയുന്ന സെപ്റ്റിക് ടാങ്ക് മാലിന്യമാണ് ഈ മനുഷ്യരുടെ ഒക്കെ വീടുകളിലേക്ക് മഴയത്ത് കയറുന്നത് എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വല്ലാത്ത ദുരിതം. ഇത്രയും വലിയൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഇമ്മാതിരി ഒരു ദുരിതം ഇത്രയും കാലങ്ങളായി അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് വല്ലാത്ത ഗതികേടാണ്. 93 അവിടുത്തെ ജനപ്രതിനിധി ഈ സംഭവം അറിഞ്ഞോ? തെരഞ്ഞെടുപ്പല്ലേ, അപ്പോൾ അവിടുത്തെ തദ്ദേശ ജനപ്രതിനിധി ആരാണ്? അവരിത് അറിഞ്ഞോ? ജനപ്രതിനിധികൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ ഈ പ്രശ്നം നടന്ന ശേഷം? ഒരു 2018 അടുപ്പിച്ചാന്ന് തോന്നുന്നു PT തോമസ് MLA ഇവിടെ വന്ന് കണ്ടു. എന്നിട്ട് പുള്ളി ചോദിച്ചു എന്താ ആരാ പണിതെന്ന് ചോദിച്ചു. അപ്പം ഇനിഷ്യലി നമ്മൾ പറഞ്ഞു YMCAക്ക് വേണ്ടിയിട്ട് അന്നത്തെ പ്രസിഡന്റ് പണിതാണ്. YMCAയുടെ അല്ല ആക്ച്വലി, ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോട് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയെന്നാണ് നമ്മൾ അറിയുന്നത്. പിന്നെ ഒന്നും നടന്നില്ല.
അത് കഴിഞ്ഞിട്ട് മേയർക്ക് കൊടുത്തു, കളക്ടർക്ക് കൊടുത്തു, പുതിയ ഉമാ തോമസ് എംഎൽഎക്ക് കൊടുത്തു. റീസെന്റ് പുതിയ കളക്ടർക്കും ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് അപ്പോൾ പുതിയ കളക്ടർ ഇനി അങ്ങോട്ട് നിലവിലത്തെ കൗൺസിലർക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ്. അലി, അപ്പോൾ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ വാർഡിൽ മത്സരിക്കുന്ന ആളുകളോട് നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണമല്ലോ. അപ്പോൾ അവർക്ക് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നത് കൂടി നമുക്ക് അവരോട് ചോദിക്കാം. ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി നമുക്ക് ഉയർത്തുകയും ചെയ്യാം. കാരണം ഈ രീതിയിൽ അവിടെ അറിയാത്ത ആളുകളൊക്കെ YMCAയിൽ ഒന്ന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോയി കനാലിൽ വീഴാൻ പറ്റില്ലല്ലോ. ആളുകൾക്കൊക്കെ അവിടെ അഡ്മിഷൻ എടുക്കാനും പിന്നീട് വരാനും ഒക്കെ കഴിയണ്ടേ. എന്തായാലും ഇതാണ് നമ്മുടെ നാട്ടിലെ കടവന്ത്രയിലെ കാഴ്ച എന്നുള്ളതാണ് അലി ഇപ്പോൾ കാണിച്ചത്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടുന്ന അനുഭവമൊക്കെ ഒരുപാട് പേർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ പണി കിട്ടിയിട്ടുണ്ടാവുമല്ലോ.